ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തെക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന ചോര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. കേരളത്തിലെ 108 അയ്യപ്പ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ധർമ്മശാസ്താവാണ്. ആഴിമല ക്ഷേത്രത്തിനടുത്താണ് ഈ ക്ഷേത്രവും. ഇവിടുത്തെ ഉപപ്രതിഷ്ഠകളെന്ന് പറയുന്നത് ഗണപതി, ദുർഗാദേവി, നാഗം, ശിവൻ ഇതൊക്കെയാണ്. പിന്നെ ഇത് ആദ്യം ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രമായിരുന്നു. ആ കുടുംബ ക്ഷേത്രമായിരുന്നതിനെ പഴയ കാലഘട്ടത്തിലെ 8 വീട്ടിൽ പിള്ളമാർ അവിടെ വന്ന് താമസിച്ചുവെന്നും എന്നിട്ട് ആ വീട് കത്തിച്ചു എന്നും, പക്ഷേ ഈ പൂജാമുറിക്ക് മാത്രം ഒന്നും സംഭവിക്കാത്തതും, അങ്ങനെ ആ പൂജാമുറി പിന്നെ ക്ഷേത്രമായിട്ട് നിർമ്മിച്ചുവെന്നും, അങ്ങനെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ അവിടെ വന്നു എന്നൊക്കെയാണ് ഐതിഹ്യം. പക്ഷേ ആ ഒരു മുരിയാത്തോട്ടം എന്ന കുടുംബമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികളായിരുന്നത്. അവർ പിന്നെ തല്ലിപ്പിരിഞ്ഞതുകൊണ്ടോ അങ്ങനെ എന്തോ എനിക്ക് വലുതായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ആ കുടുംബം പിരിഞ്ഞു പോയതിനാൽ പിന്നെ ഈ ക്ഷേത്രം ഏറ്റെടുത്ത് നടത്താൻ ആരും ഇല്ലാതെ വന്നപ്പോൾ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം അവരേറ്റെടുത്ത് അവരെ പ്രവർത്തനമാണ് ഇപ്പം അമ്പലത്തിൽ നടക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ശബരിമലയിലുള്ളതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും ഭക്തി നിർഭരമായി നടത്തി വരുന്നുണ്ട്. എല്ലാ വർഷവും മകരവിളക്ക് ആറാട്ട് മഹോത്സവമായിട്ട് ആഘോഷിക്കുന്നു. പിന്നെ കർപ്പൂരാഴിയും പേട്ടതുള്ളലും തിരുവാഭരണ ഘോഷയാത്രയും ആനയൂട്ടും എല്ലാം നടന്നു വരുന്നു. നമ്മളെ യഥാർത്ഥ ശബരിമലയിലുള്ള അതേ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു വരുന്നു. പിന്നെ ഇത് കടൽ തീരത്തിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രവും. അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും എല്ലാം വരാൻ പറ്റും. നമ്മളെ ശബരിമലയിൽ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അതുപോലെയല്ല ഇവിടെ ഏത് പ്രായത്തുള്ള സ്ത്രീകൾക്കും എപ്പോൾ വേണമെങ്കിലും തൊഴാൻ വരാവുന്നതാണ്. ഇത് ശബരിമലയിൽ വന്ന ആൾക്കാർ നെയ്യ് അഭിഷേകത്തിനുള്ള തേങ്ങ എടുക്കുന്നതാണ്. അതുപോലെ ഇവിടെ തിരുമുടി കെട്ടേണ്ടി വ്രതം നോറ്റ് വരുന്ന ഭക്തരും ഒരുപാടുണ്ട്. പിന്നെ ഇന്ന് പൊങ്കാലയാണ്. ഒരുപാട് സ്ത്രീകൾ പൊങ്കാല ഇടാനായിട്ട് വന്നു. ഏകദേശം 25,000-ഓളം സ്ത്രീകളാണ് പൊങ്കാല സമർപ്പിക്കാനെത്തിയത്. ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊങ്കാല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മനോഹരം എന്ന് പറയുന്നത് കടൽ തീരത്തിരുന്ന് പൊങ്കാല ഇടാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു പ്രത്യേക വൈബിൽ പൊങ്കാലയൊക്കെ സമർപ്പിക്കാൻ പറ്റും. അയ്യപ്പന് പൊങ്കാല സമർപ്പിക്കാൻ പറ്റുന്നത് അവസരവും എല്ലാവർക്കും ആശ്വാസകരമാണ്. ഒരുപാട് സ്വപ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ അയ്യപ്പനോട് പറഞ്ഞ് അത് സാക്ഷാത്കരിക്കുമ്പോൾ അയ്യപ്പന് പൊങ്കാല സമർപ്പിക്കാറുണ്ട്. ഇവിടെ ഇരുന്ന് പൊങ്കാല ഇടുന്നിടത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കടൽ തീരം കാണാം. അതിനപ്പുറത്ത് ഇവിടെ നിന്ന് എത്തി നോക്കിയാൽ തന്നെ നമ്മളെ മഹാദേവൻ്റെ ആഴിമല കാണാൻ പറ്റും. അതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന്. ഇനി പൊങ്കാലയ്ക്ക് വന്നവരും അല്ലാതെ ഒരുപാട് ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ന് മകരവിളക്കായതുകൊണ്ട് ഇതെല്ലാം ആഗ്രഹങ്ങൾ സാധ്യമായതുകൊണ്ട് പൊങ്കാല അർപ്പിക്കാനെത്തിയ അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ്.
അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ഉത്സവപ്പറമ്പിലും കാണുന്ന പോലെ തന്നെ എല്ലാ പലഹാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പൊങ്കാല ഇടാൻ വന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള സർബത്ത് തയ്യാറാക്കുന്നതാണ്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തനം സൂപ്പറാണ്. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും ആൾക്കാർ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണും.